അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുബ്തിലൂ, നിങ്ങൾ ബാത്തിലാക്കിക്കളയരുത്. നിങ്ങൾ ബാത്തിലാക്കിക്കളയരുത്. ബാത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാള പ്രയോഗം പോലെ ആയിട്ടുണ്ട്. അത് ബാത്തിലായി, നിസ്കാരം ബാത്തിലായി, നോമ്പ് ബാത്തിലായി എന്ന് പറഞ്ഞാൽ എന്താ? നിഷ്ഫലമായി. അപ്പോൾ വിശ്വാസികളെ വിളിച്ച് സ്നേഹപൂർവ്വം അല്ലാഹു പറയാണ്, ലാ തുബ്തിലൂ, നിങ്ങൾ ബാത്തിലാക്കിക്കളയരുത്, നിഷ്ഫലമാക്കിക്കളയരുത്. എന്തിനെ? സ്വദഖാതിക്കും, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ, സ്വദഖകളെ നിങ്ങൾ നിഷ്ഫലമാക്കരുത്. ബിൽ മന്നി വൽ അദാ. ബിൽ മന്നി എന്ന് പറഞ്ഞാൽ എന്താ? കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ട്, അതാണ് മന്ന്. നേരത്തെ പറഞ്ഞു, അതാണ് മന്ന്. വൽ അദാ, ബുദ്ധിമുട്ടിച്ചുകൊണ്ടും. അപ്പൊ കൊടുത്തത് എടുത്തു പറഞ്ഞാൽ തന്നെ ഈ ആൾക്ക് പിന്നെ അത് ബുദ്ധിമുട്ടായി, അയാൾ വഷളാവുകയാണ്. ആരാളെ മുമ്പെന്നാവും ചിലപ്പോൾ അത് പറയാം. ഇനി ആരും കേൾക്കാതെ പറഞ്ഞാലും കൂലി പോയി. മറ്റൊരാളുടെ മുമ്പെന്നും കൂടി ആവുമ്പോഴോ അയാളെ ഇൻസൾട്ട് ചെയ്യലായത്. അയാൾക്ക് പരിക്കേൽക്കാണ്, അയാളുടെ മനസ്സ് വല്ലാതെ വേദനിക്കും. ഇയാളെ കണ്ടുമുട്ടേണ്ടിയിരുന്നില്ല, ഇയാളിൽ നിന്ന് എങ്ങനെയാണെങ്കിൽ ഒരു ആനുകൂല്യവും പറ്റേണ്ടിയിരുന്നില്ല. ഇപ്പം ഇയാൾ തെറ്റുമ്പോൾ ഇതന്നെ പറയണത്. കാണുമ്പോൾ ഒറ്റക്കും നാലാള് കൂട്ടത്തിൽ വെച്ച് കാണുമ്പോഴൊക്കെ എന്നോട് ഇത് പറഞ്ഞിട്ടാണ് സ്വീപ്പാക്കുന്നത്. ഇയാളെ കയ്യിൽ നിന്നൊന്നും വാങ്ങേണ്ടിയിരുന്നില്ല, റബ്ബെ പറ്റിപ്പോയല്ലോ, ഇനി എന്തു ചെയ്യും എന്നിങ്ങനെ ഈ ആനുകൂല്യം വാങ്ങിയ മനുഷ്യൻ പിന്നെ അയാൾ മരിക്കോളം, ഇനി അയാൾ മരിച്ചാലും അയാളെ മക്കളോടും ചിലപ്പോൾ പറയും, തീരൊന്നുമില്ല. അയാൾ മരിച്ചാൽ ചിലപ്പോൾ അയാളെ മക്കളോടും പറയും, എൻ്റെ വാപ്പുണ്ടല്ലോ, ഇജിപ്പം ഇങ്ങനെ ശുചായിട്ട് നടക്കണമെന്ന് നോക്കണ്ട, എൻ്റെ വാപ്പാക്കേ അന്നിങ്ങനെ പ്രയാസപ്പെട്ട കാലത്തൊക്കെ എല്ലാം ചെയ്തു കൊടുത്തത് ഞാനാ. തലമുറയായിട്ട് വരെ ഈ മന്ന്, ഈ അതയും കേൾക്കേണ്ടി വരും, ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സ്വതക്കയാണ് ബാത്തിലായി പോകും. അപ്പോൾ സ്വതക്കാന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അത് വിശദീകരിക്കുന്നിടത്താണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇപ്പം നൗയിമാൻ പറഞ്ഞില്ലേ, വനഹ്വിഹ എന്ന് പറഞ്ഞില്ലേ, സ്വതക്കയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തിയത്ത്, ദാനവുമായി ബന്ധപ്പെട്ട ഏതൊക്കെയുണ്ടോ, പിന്നെ ഹിബത്തുണ്ട്, ഹദിയയുണ്ട്, ഗിഫ്റ്റാണ് ഹദിയ. ഹിബത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടദാനം കൊടുക്കലാണ്. ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തു, അതുവരെ വിളിച്ചു പറയാം, ഇന്ന് ഞാൻ എനിക്കത് തന്നില്ലേ, എനിക്ക് അത്ര ഒരു പോക്കറ്റ് മണി തന്നില്ല, അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് എന്ത് വസ്തു കൊടുത്താലും അത് പറഞ്ഞാൽ അതിൻ്റെ കൂലി പോയി. വാക്കാലുള്ള സഹായമാണെങ്കിൽ അതും പോയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം അതിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞു.